ഇന്ന് നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് പ്രോബ്ലംസാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ അടുത്ത് ഒരു ചതുരമുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 3.25 ആണ്. 3.25 ആണ് കേട്ടോ, അത്രയ്ക്കും മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്ത് 2.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രെഡ്ത്ത്, ഈ വീതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, അതായത് നീളം, ഇൻറ്റു വീതി, അതായത് ബ്രെഡ്ത്ത് ആണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഏരിയ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, ലെങ്ത്ത് തന്നിട്ടുണ്ട്. ഇനി എങ്ങനെ നമ്മൾ ബ്രെഡ്ത്ത് കാണുക? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഏരിയേനെ നമുക്ക് ലെങ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ, ആണല്ലേ. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ്ത്ത് കാണാൻ ഏരിയ എത്രയാണ്? 3.25 ആണ് അല്ലേ. അതിനെ 2.5 കൊണ്ട് നമ്മൾ ഹരിക്കാം. ഇങ്ങനെ രണ്ട് ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് ഹരിക്കൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ഈ 3.25നെയും 2.5നെയും അതിൻ്റെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക്, ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പം 325 ഡിവൈഡഡ് ബൈ 100 അല്ലേ വരിക. ഹരിക്കണം അല്ലേ. എവിടെയാണ് ഹരിക്കണം? 2.5ന് 25/10 എന്ന് എഴുതാം അല്ലേ. ഇങ്ങനെ രണ്ട് നമ്പറിനെ നമ്മൾ ഹരിക്കുമ്പോൾ, ഇങ്ങനെ ഫ്രാക്ഷൻസിനെ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ നമ്പറിനെ അതേപോലെ എഴുതും അല്ലേ, /100 എന്ന് എഴുതും. ഇനി മറ്റതിനെ നമ്മൾ തല തിരിച്ചെഴുതും, 10/25 എന്ന് എഴുതും. ഇനി ഇത് ഹരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് ഹരിക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടുക? 13 എന്ന് കിട്ടും. ഇപ്പോൾ 13 നമ്മൾ ഇതിൻ്റെ ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഒരു പാത്രമുണ്ട്. എന്താണ് പാത്രം വിചാരിക്കുക? ഈ പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിലുണ്ട്. ഇതിൽ 4.05 ലിറ്ററാണ് കോക്കനട്ട് ഓയിലുള്ളത് കേട്ടോ. ഇനി ഇതിൽ ഈ കോക്കനട്ട് ഓയിലുണ്ടല്ലോ, 0.45 മാത്രം കൊള്ളുന്ന പാത്രത്തിലാക്കണം, കുപ്പിയിലാക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര കുപ്പി വേണ്ടി വരും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയുന്നത്, ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോട്ടൽ കോക്കനട്ട് ഓയിൽ എത്രയാണ്? കോക്കനട്ട് ഓയിൽ 4.05 ലിറ്ററാണ്. നമ്മളടുത്തുള്ള കുഞ്ഞു ബോട്ടിൽ എത്രയാണ് കൊള്ളുക? ഒരു ബോട്ടിൽ കൊള്ളുന്നത് എന്ന് പറയുന്നത് 0.45 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബോട്ടിൽ വേണമെന്നല്ല ചോദ്യം. ഹൗ മെനി ബോട്ടിൽ വി നീഡഡ്? ഹൗ മെനി ബോട്ടിൽ നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെയുള്ള കോക്കനട്ട് ഓയിലിനെ നമ്മളെടുത്ത് കൊള്ളുന്നതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 4.05 ഹരിക്കണം 0.45 അല്ലേ. നമ്മൾ ഇതിനെ ഫസ്റ്റ് ഫ്രാക്ഷൻസിലേക്ക് മാറ്റണം. നമ്മൾ 405 ബൈ, ഇവിടെ 2 പോയിന്റ് കണ്ട് 2 നമ്പർ അല്ലേ ഉള്ളത്, ഇപ്പോൾ 2 0 ഉള്ള ഒരു നമ്പർ എഴുതി ഹരിക്കണം എന്നാണ് കേട്ടോ. പിന്നെയുള്ളത് 0.45 ആണല്ലേ. അപ്പോൾ 45 പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ ആ 2 നമ്പറിന് 2 0 നമ്പർ കൊടുത്തു. ഇറ്റ്സ് ഈക്വൽ ടു 405 ബൈ 100 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45 എന്ന് വരും. ഇത് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് 10 അല്ലേ കിട്ടുക, 9 എന്ന് കിട്ടും അല്ലേ, 9. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9 കുപ്പികൾ നമുക്ക് വേണ്ടി വരും എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ കുറച്ച് പ്രോബ്ലംസ് തരും. ഇത് ഹരിച്ചിട്ട് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഒരു സംഖ്യനെ ഹരിക്കാൻ വേണ്ടിയിട്ട് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്താ നിങ്ങൾക്കറിയോ? ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ 35.37 എന്നുള്ള ഈ മുകളിലുള്ള നമ്പറല്ലേ, അതിനെ നമ്മൾ താഴെയുള്ള നമ്പറിനെ കൊണ്ട് ഇങ്ങനെ ഹരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ 2 നമ്പറിനെയും അതിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് 35 ഡിവൈഡഡ് ബൈ, ഇവിടെ 2 നമ്പർ അല്ലേ ഉള്ളത്, അപ്പോൾ 2 0 ഉള്ള നമ്പർ എഴുതി ഹരിക്കണം. ഇവിടെ 2 പോയിന്റ് കണ്ട് 2 നമ്പർ അല്ലേ ഉള്ളത്, അപ്പോൾ അടിയിൽ 2 0 ഉള്ള നമ്പർ എഴുതി, മുകളിൽ ഒരു 3 മാത്രമാണ് അല്ലേ ഉള്ളത്, അപ്പോൾ 3 എഴുതി. ഇതിലെങ്ങനെ നമ്മൾ ഹരിക്കുക? ഇത് നമ്മൾ ഗുണിക്കുകയാണല്ലേ ചെയ്യുക. 35 37 ബൈ
100 ഇൻറ്റു 100/3. ഇത് നമ്മൾ ഹരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് അറിയോ? 1179 എന്നാണ് വരിക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഈ രണ്ട് നമ്പർ നമ്മൾ ഹരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന് രണ്ടിനെ അതിൻ്റെ ഫ്രാക്ഷൻസിലേക്ക് മാറ്റണം. 0.001 ഹരിക്കണം 0.1 എന്നാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ 3 നമ്പറിലുള്ളത്. അപ്പോൾ 1ഉം 3 0 1000 എഴുതും. മുകളിൽ ഒരു നമ്പറിലുള്ളത്. അപ്പോൾ 1 എഴുതി ഹരിക്കണം. ഇവിടെ 1 മാത്രമേ ഉള്ളൂ അല്ലേ? 1 ഡിവൈഡഡ് ബൈ ഒരു പോയിന്റ് കഴിഞ്ഞ ഒരു നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ 10. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/1000 ഇൻറ്റു 10/1. ഇത് നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇത് നമ്മൾ ഹരിക്കുന്ന സമയത്ത് നമുക്ക് 0.01. ഇതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നമ്മളിത് നോക്ക്. ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല വിചാരിക്കുക. നമ്മൾ 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 1 ഇസ് ഈക്വൽ ടു 10/1000 അല്ലേ? ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1/2 കൊണ്ടായിരിക്കും 1/100 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം 1/100 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഇവിടെ ഈ 0ക്ക് ഈ 1 ഉണ്ട്. ഈ 0ക്ക് ആരുമില്ലല്ലോ, ഈ 1നും ആരുമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ 1ന് ആരും വേണ്ട, ഈ 0ക്ക് ആരുമില്ല അല്ലേ? അപ്പോൾ നമ്മൾ 1 ഫസ്റ്റ് എഴുതി. ഈ 0ക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് അവിടെ 0 ഇട്ട് ദെൻ നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് ഈ 1 എഴുതും അല്ലേ? 1 അല്ല, ഇവിടെ 0 എഴുതും ആണല്ലോ. ഇങ്ങനെയല്ലേ നമ്മൾ എഴുതല്? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതാണ് ചെയ്യേണ്ടത്. 0.2 ഇൻറ്റു 0.4 ഡിവൈഡഡ് ബൈ 0.02. ഇതിൽ നമുക്കറിയാം എങ്ങനെയാണ് 0.2 ഇൻറ്റു 0.4 ചെയ്യല്. നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിക്കും, എന്നിട്ട് പോയിന്റ് ഇടുകയല്ലേ ചെയ്യാം. അപ്പോൾ നമുക്ക് പോയിന്റ് ഒഴിവാക്കിയാൽ 2 ഇൻറ്റു 4 എന്നാണ്. 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ 8 എന്നുള്ളതിന് 8 എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നമ്പറും പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ ഉണ്ട്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ ഉണ്ട്. അപ്പോൾ 2 നമ്പർ ഉണ്ട് അല്ലേ? അപ്പോൾ 2 നമ്പർ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു നമ്പറല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു നമ്പർ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് ഇടും. ഇങ്ങനെ വെറുതെ ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ 0.08 എന്ന് കിട്ടി ഡിവൈഡഡ് ബൈ 0.02. ഇങ്ങനെയല്ലേ വരിക? നമുക്ക് ഇപ്പം കിട്ടിയിട്ടുള്ള ഈ ഒരു ആൻസറില്ലേ, ഈ ആൻസറിന് നമുക്കത് നമ്മുടെ ഇതിങ്ങനെ എഴുതാം. 0.08 ഹരിക്കണം 0.02. ഇത് രണ്ടിനെയും നമുക്ക് ഫ്രാക്ഷൻസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് 8 ഇവിടെ 2 നമ്പറല്ലേ ഉള്ളത്. അപ്പോൾ നമുക്ക് 100 ഹരിക്കണം ഇവിടെ 2 മാത്രമല്ലേ ഉള്ളൂ, 2/100. ഇറ്റ് ഈസ് ഈക്വൽ ടു 8/100 ഇൻറ്റു ഇവിടെയുള്ള ഈ നമ്പറെ തിരിച്ചിടുക അല്ലേ, 100/2. ഇത് നമ്മൾ ഹരിക്കുമ്പോൾ ഈ 100ഉം ഈ 100ഉം നമുക്ക് വെട്ടിപ്പോവാം. നമുക്ക് വെട്ടിപ്പോകുന്ന കണക്കൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നേരെ ഗുണിക്കുക. 8 ഇൻറ്റു 100 100 ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 800/200 കിട്ടും. ഇത് ഹരിക്കുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുകളിലുള്ള 2 നമ്പേഴ്സും ഗുണിക്കുക, താഴെയുള്ള 2 നമ്പേഴ്സും ഗുണിക്കാം. ഗുണിക്കാനൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? അപ്പോൾ നമുക്ക് 0.01 ഇൻറ്റു 0.01 ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.0001 എന്നാണ് കിട്ടുക. അതേപോലെ അടിയിലുള്ള ഈ നമ്പർ 0.001 ഇൻറ്റു 0.1 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് 0.0001 തന്നെ കിട്ടാം. ഇപ്പോൾ 2 നമ്പറും സെയിം ആണ് കേട്ടോ. ഇനി നമ്മൾ ഇത് രണ്ടിനെ ഹരിക്കുകയാണ്. അതായത് 0.0001നെ നമ്മൾ 0.0001 ഹരിക്കുക. മുകളിലും താഴെയും ഒരേ നമ്പർ ആണെങ്കിൽ നമുക്ക് ആൻസർ എത്ര വരിക? 1 എന്നാണ് അല്ലേ വരിക? അപ്പോൾ 1 എന്ന് ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ.
ഇതെന്താണ്? നമുക്കൊരു നമ്പർ ഉണ്ട്, അതായത് 12, 12, 5 ഇങ്ങനെ ഒരു നമ്പർ നമ്മുടെ കയ്യിലുണ്ട്. ഇതിനെ ഏതോ ഒരു നമ്പർ കൊണ്ട് നമ്മൾ ഹരിക്കും. ഓക്കെ, ഏതോ ഒരു നമ്പർ കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ 1.2125 കിട്ടും. അപ്പോൾ ഏത് നമ്പറിനെ കൊണ്ടാണ് ഹരിച്ചത് എന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ നമ്പറിൽ നിന്ന് ഈ നമ്പറിനെ ഹരിക്കുക. അപ്പോൾ ഇവിടെയുള്ള നമ്പർ കിട്ടും. അതായത് 12, 12, 5 എന്ന ഈ നമ്പറിനെ കൊണ്ട് ഹരിക്കുക. ഈ നമ്പറിനെ കൊണ്ട് 1.2125 കൊണ്ട് ഹരിച്ചാൽ ഈ നമ്പർ എത്രയാണ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഹരിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു ട്രിക്ക് ഉണ്ട്. എന്താ ട്രിക്ക് എന്ന് വെച്ചാൽ, ഇത് രണ്ട് സംഭവത്തിൽ സെയിം ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ഇവിടെ ഇത് രണ്ടിൻ്റെയും പോയിന്റിന് മാത്രമാണ് മാറ്റം. അപ്പോൾ ഇവിടെ പോയിന്റിന് ഇങ്ങനെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഇതിനെ ഹരിച്ചിട്ടുണ്ടാവുക 1, 2, 3, 4 സീറോ ഉള്ള ഒരു നമ്പറാണ്. 4 സീറോയും 1 ഉള്ള ആ ഒരു നമ്പറിനെ കൊണ്ടായിരിക്കും ഹരിച്ചിട്ടുണ്ടാവും. രണ്ട് ആൻസറും സെയിം ആയത് കൊണ്ടാണ് ഈ ട്രിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ട്രിക്ക് യൂസ് ചെയ്യേണ്ട, നിങ്ങൾ നോർമലി നമ്മൾ ഹരിക്കുന്ന പോലെ ഹരിച്ചാൽ മതി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു ആൻസറില്ലേ, ഈ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് രണ്ടിനെയും അതിൻ്റെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് എഴുതാം. ഇതിന് നമ്മൾ എഴുതുമ്പോൾ 12, 12, 5 ഹരിക്കണം. ഇതിന് നമ്മൾ എഴുതുമ്പോൾ 1, 2, 1, 2, 5 ഡിവൈഡഡ് ബൈ ഇവിടെ 4 നമ്പറല്ലേ ഉള്ളത്. അപ്പോൾ 0, 0, 0, 0, 1 എഴുതിയല്ലോ. ഇനി നമ്മൾ ഹരിക്കാൻ എന്ത് ചെയ്യണമെന്ന് പഠിച്ചിട്ടുള്ളത്? റെസിപ്രോക്കൽ എടുക്കണം എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ 12, 12, 5 ഇൻറ്റു 1, 2, 3, 4 ഡിവൈഡഡ് ബൈ 12, 12, 5 ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടിയിലും മുകളിലും നോക്കിട്ടോ ഇത് ഇങ്ങനെ നമുക്ക് ഇത് കിട്ടാം. 12, 12, 5 ഇൻറ്റു 1000 അല്ല 10000 ഡിവൈഡഡ് ബൈ 12, 12, 5 ഇത് കിട്ടിയില്ലേ. മുകളിൽ അടിയിൽ ഒരേ നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് അത് രണ്ടും ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ അതിന് പകരം 1 എന്നിടാം. അപ്പോൾ 1 ഇൻറ്റു ഈ നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പർ തന്നെയല്ലേ വരിക. അപ്പോൾ ഇതാ 1ഉം 4 സീറോയും അതന്നെയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1ഉം 4 സീറോയും. സംഭവം സിമ്പിളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ 0.01 എന്ന സംഖ്യയെ നമ്മൾ ഏതോ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് 0.00001 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഏതാണ് ആ സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സംഖ്യ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 0.01നെ നമ്മൾ 0.00001 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിച്ചാൽ നമുക്ക് ആ സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ ആ സംഖ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഹരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിനെയും ഫസ്റ്റ് ഇതിൻ്റെ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. ഇത് 1 ബൈ ഇവിടെ 2 നമ്പറല്ലേ ഉള്ളത് 100 ഹരിക്കണം. ഇവിടെയും 1 ആണ് അല്ലേ ഉള്ളത്. 1 ബൈ 1, 2, 3, 4, 5 നമ്പറല്ലേ ഉള്ളത്. ഇപ്പോൾ ഒന്നിട്ടിട്ട് 1, 2, 3, 4, 5 ഇത് ഹരിക്കുമ്പോൾ നമ്മൾ 1 ബൈ 100 ഇൻറ്റു 1, 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ 1. അപ്പം നമുക്ക് 1 ഇൻറ്റു 100 ആൻഡ് 1000 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1 കിട്ടും അല്ലേ. ഇത് ചെയ്യുമ്പോൾ 0.00001 എന്നുള്ള ആൻസറാണ് വരിക. ഓക്കെ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ കുറച്ച് സ്പീഡിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. കാരണം ഇത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആവേണ്ട കാര്യമാണ്. ഇത് കണ്ടിട്ടല്ല നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ആവേണ്ടത്, നിങ്ങൾ ചെയ്തിട്ടാണ് പ്രാക്ടീസ് ആവേണ്ടത് കേട്ടോ. താങ്ക് യു.